ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു തന്നൂസ് കിച്ചൺ ലൈവ്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഗ്രീൻ പീസ് വടയുടെ റെസിപ്പി വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കും നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ചേർക്കേണ്ടതാണ് ഗ്രീൻ പീസാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് കുറച്ചായിട്ട് എടുത്തിട്ടാണ് നമ്മൾ അരയ്ക്കുന്നത്. ആദ്യം നമ്മൾ ഒരു കപ്പ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം. ഓവറായിട്ട് ഇങ്ങോട്ട് പേസ്റ്റ് പോലെ ആക്കി എടുക്കരുത്, ക്രഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലേക്കാണ് വേണ്ടത്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഏകദേശം ഒരു 3 വട്ടം ക്രഷ് ചെയ്യാനുള്ള അത്ര ക്വാണ്ടിറ്റിയിൽ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതാ ഞാൻ ഇതിലേക്ക് എല്ലാതും അരച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ നമ്മളുടെ ഇത് വേണ്ടത്. ഇത് നമ്മൾ വെള്ളമൊന്നും ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ചേർക്കേണ്ടതാണ് പച്ചമുളകാണ് കേട്ടോ. ഞാനിപ്പോൾ 6 പച്ചമുളകാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ 4 പച്ചമുളകാണ്. ഞാൻ പിന്നെ 2 പച്ചമുളക് പിന്നെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പച്ചമുളകും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇഞ്ചിയാണ്. ഇഞ്ചി ചെറിയ പീസാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടതാണ് ഒരു 6 ഇല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടതാണ് സവാളയാണ്. ഞാൻ മീഡിയം സവാള മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ നിന്ന് ഇനി ഇതെല്ലാം കൂടി നേരെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് എല്ലാതും അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് ആക്കണം എന്നില്ല, മാക്സിമം അരച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾ എടുക്കുന്ന ഗ്രീൻ പീസിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് വേണം പച്ചമുളകിൻ്റെയും സവാളിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടതാണ് ചെറിയുള്ളിയാണ്. ഞാനിപ്പോൾ ഒരു 5-6 ഇല്ലി ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുഞ്ഞി പീസാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു പിടി മല്ലിയിലും ഇട്ട് കൊടുക്കുക, ചെറുതായിട്ട് പീസാക്കിയിട്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും പീസാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. അതൊക്കെ എല്ലാ ഭാഗത്തു നിന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അതാ ഞാൻ ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമുക്കിത് ഫ്രൈ ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു കുഴിയുള്ളൊരു പാൻ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി വേണ്ടതാണ് നമ്മളാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഇതിൽ നിന്ന് ഒരു ഉരുളെടുക്കുക. ഒരു ചെറിയ ഉരുളെടുത്തിട്ട് അത് നന്നായിട്ട് തന്നെ ഒന്ന് ഉരുട്ടുക. എന്നിട്ട് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്യാം കേട്ടോ. നമ്മൾ പരിപ്പ് വട ഒക്കെ ആക്കുന്ന പോലെ തന്നെയാണ് ഈ ഗ്രീൻ പീസ് വട നമ്മളാക്കുന്നത്. എന്നിട്ട് അത് ഒരു പാത്രത്തിലേക്ക് വെക്കുക. അതേപോലെ നമ്മൾ എല്ലാതും ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് വളരെ സിമ്പിളാണ്. പിന്നെ നമ്മുടെ തന്നൂസ് കിച്ചൺ ലൈവ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അതാ ഞാൻ നമ്മുടെ ഗ്രീൻ പീസ് വട ഞാനും വടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് എണ്ണ ചൂടാവണം കേട്ടോ. എന്നിട്ട് വേണം ഇതാക്കാൻ വേണ്ടിയിട്ട്. അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഒരു ഭാഗം ഏകദേശം വേകുന്നുണ്ട്, അപ്പോൾ അതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ താഴെ കിട്ടുന്നുണ്ട്, ഒരു 3-4 മിനിറ്റ് മതി. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഇത് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എന്തായാലും സെർവ് ചെയ്യാം കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ഇതായി കിട്ടുന്നുണ്ട്. അപ്പോൾ അതാ ഫസ്റ്റത്തെ ബാച്ച് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സെക്കൻഡ് ബാച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മളുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഗ്രീൻ പീസ് വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.